ഇതാണ് ഗംഗാ നദി. ഓക്കെ, ഞങ്ങളിപ്പം വെസ്റ്റ് ബംഗാളിലാണുള്ളത്. ഇപ്പോൾ വെസ്റ്റ് ബംഗാളിലാണ് ഗംഗാ നദി, വളരെ വിശാലമായിട്ടുള്ള ഗംഗാ നദി ഒഴുകുന്നത്. അപ്പോൾ അതിൻ്റെ ഇവിടെയാണ് ന്യൂ ഫറാക്ക പാലമുള്ളത്. ന്യൂ ഫറാക്ക ഗംഗാ നദിയുടെ മുകളിലൂടെ അതിമനോഹരമായിട്ട് നിർമ്മിച്ച അതേ കാണുന്നതാണ്. അതിപ്പം ഒരു എന്തോപോലെ ഒരു ബൗണ്ടറി പോലെ കാണാം, പക്ഷെ അത് പാലമാണ്. അതിൻ്റെ പുറത്തുകൂടി ട്രെയിൻ പോകുന്നുണ്ട്. ആ ഒരു ട്രെയിൻ ഇപ്പോൾ പോകുന്നുണ്ട്. അതേപോലെ ബസ്സുകളെല്ലാം പോകുന്ന പാലത്തിന് ഗംഗാ നദിയുടെ, അതായത് 2.25 കിലോമീറ്ററാണ് ഈ പാലത്തിൻ്റെ നീളം എന്ന് പറയുന്നത്. 2.25 കിലോമീറ്റർ വളരെ വിശാലമായി അത് മനോഹരമായിട്ടാണ് നിർമ്മിച്ചത്. ഇതിൻ്റെ അപ്പുറത്ത്, അതായത് ഈ ഗംഗാ നദി ഇത് നോക്കി. അപ്പോൾ ഇതിൻ്റെ അപ്പുറത്ത്, ആ പാലത്തിൻ്റെ അപ്പുറത്തെ സൈഡിൽ ഒരു വശത്ത് കൂടി ഇതിൻ്റെ ഒരു ബ്രാഞ്ചായത് ഗംഗയുടെ ബ്രാഞ്ചായിട്ടുള്ള ഹൂഗ്ലി റിവർ അപ്പുറത്തുകൂടി ഒഴുകുന്നുണ്ട്. നമുക്കറിയാം കൽക്കട്ട നഗരത്തിലൂടെ ഒഴുകുന്ന, അതായത് ഹൂഗ്ലി റിവറിൻ്റെ തീരത്താണ് പ്രശസ്തമായിട്ടുള്ള കൊൽക്കത്ത നഗരം. അന്ന് ബ്രിട്ടീഷുകാരൊക്കെയാണ് ആ കൊൽക്കത്ത നഗരം പണി കഴിക്കാനായിട്ട് ഇത്ര മനോഹരമാക്കാനായിട്ട് ആ നഗരം സ്ഥിതി ചെയ്യുന്നത് ഹൂഗ്ലി റിവറിൻ്റെ തീരത്താണ്. അപ്പോൾ ഈ പാലത്തിൻ്റെ അപ്പുറത്താണ് ഹൂഗ്ലി റിവർ. അത് ഇത്രയും വളരെ വിശാലമായിട്ട് 2.5 കിലോമീറ്ററോളം വിസ്താരത്തിൽ കിടക്കുന്ന ഗംഗാ റിവർ. അതിൻ്റെ ഇടയ്ക്ക് ഒരു ദ്വീപ് പോലുള്ള ഒരു സംഭവമുണ്ട്. അത് അപ്പോൾ അതിൻ്റെ അപ്പുറത്തും ഈ റിവറാണ്. അത്രമാത്രം വിശാലമായിട്ടുള്ള ഒരു റിവറാണ്. എന്തായാലും ഞങ്ങൾ ഇതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഇവിടെ വന്നു. അപ്പോൾ ഞങ്ങൾ 3 പേരാണ് ഇവിടെ ഇപ്പം നിൽക്കുന്നത്. ട്രിവാൻഡ്രത്ത് തന്നെ എൻ്റെ കൂട്ടത്തൊരു കാണിക്കും, എൻ്റെ കൂട്ടത്ത് ഷാജികുമാർ എന്ന് പറയുന്ന ഒരു പ്രേമം, അതുപോലെ നമ്മുടെ സാമുവൽ എന്ന് പറയുന്ന നമ്മുടെ ഇതെല്ലാം കാണിക്കാനായിട്ട് കൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട സാമുവൽ ഉണ്ട്. ഗംഗയൊക്കെ വന്ന് കാണുന്നത് നല്ലതാണ്. ഓക്കെ, നമുക്ക് ഒരു ദിവസം ഒരു ടൂറൊക്കെ വെച്ച് ഗംഗ ഒന്ന് കാണാം. ഓക്കെ ഓക്കെ. ഇതാണ് ഹൂഗ്ലി റിവർ. ഈ ന്യൂ ഫറാക്ക ബ്രിഡ്ജിൻ്റെ അവിടെ നിന്നാണ് തിരിഞ്ഞ് കൊൽക്കത്ത നഗരത്തിലൂടെ ഒഴുകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം കൊൽക്കത്ത നഗരം സ്ഥിതി ചെയ്യുന്നത് ഹൂഗ്ലി റിവറിൻ്റെ തീരത്താണ്. അപ്പോൾ ഈ ഹൂഗ്ലി റിവർ ഗംഗയിൽ നിന്ന് പിരിഞ്ഞൊഴുകുന്ന ബ്രാഞ്ച് ഓഫ് ഗംഗ റിവർ. അപ്പം അല്ല, ഇത് ഇവിടെ നിന്നാണ് പിരിഞ്ഞൊഴുകുന്നത്. ഈ ന്യൂ ഫറാക്ക പാലത്തിനടിയിൽ നിന്ന് ഇതിൻ്റെ ഈ സൈഡ് ഇത് ഹൂഗ്ലി നദിയും, ഈ പാലത്തിനപ്പുറത്തുള്ളത് ഈ പാലത്തിനപ്പുറത്തുള്ളത് ഗംഗാ നദി. ഒരു വിശാലമായിട്ട് കിടക്കുക ഗംഗാ നദി. ഉണ്ടോ? നമ്മുടെ ഗൈഡ് നമ്മുടെ സാമുവലാണ്. അവരുടെ ന്യൂ ഫറാക്കയിലാണ് താമസം. പക്ഷെ ആക്ച്വലി ദേ ആർ ഫ്രം കേരള, ഒക്കെ നിയർ കാട്ടാക്കട. ഹൂഗ്ലി നദിയാണ്. ഗംഗാ നദിയുടെ ബ്രാഞ്ച് ഉള്ള ഹൂഗ്ലി ഇവിടെ നിന്നാണ് തിരിയുന്നത്. ഈ സ്ഥലം ഫറാക്കയല്ലേ, ഫറാക്ക, ന്യൂ ഫറാക്ക, വെസ്റ്റ് ബംഗാളിലെ ന്യൂ ഫറാക്കയിൽ ഇവിടെയാണ് ഹൂഗ്ലി നദി തിരിയുന്നത്. ഓക്കെ, എൻ്റെ അപ്പുറത്തെ സൈഡ് ഗംഗാ നദി. ഇതിൻ്റെ കുത്തൊഴുകയാണ് ഈ പാലത്തിനടി. വളരെ മനോഹരമാണ്.
ഈ പതഞ്ഞൊഴുകും. ഈ വലിയ പാലം ഹൂഗ്ലി, ഇത് ഗംഗാനദിയിൽ നിന്ന് ഈ പാലത്തിനടിയിലൂടെയാണ് ഇത് പിരിഞ്ഞൊഴുകുന്നത്. ഹൂഗ്ലി നദിയുടെ തീരത്തിലാണ് നമ്മുടെ പ്രശസ്ത നഗരമായിട്ടുള്ള കൊൽക്കത്ത നഗരം സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ അപ്പുറത്ത് ഇതാണ് ഇതിൻ്റെ അപ്പുറത്ത് നമ്മുടെ ഈ പാലത്തിൻ്റെ അപ്പുറത്ത് നിന്ന് കാണുന്നത് ഗംഗാനദി. ഈ പാലം നോക്കി എന്ത് മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്നതാണ് ഗംഗാനദി. നമുക്ക് വിശാലമായിട്ട് കിടക്കുന്നത് ഗംഗാനദി. ഇവിടെ നിന്നാണ് ഹൂഗ്ലി നദി. ഇതങ്ങ് വിശാലമായിട്ട് കിടക്കുകയാണ് കേട്ടോ. ഇതൊരു 2 പില്ലറിനിടയ്ക്ക് കൂടി ഇത് ഒരു ചിരി തിരിയുന്നത്. അതുപോലെ എത്ര പില്ലറിനിടയിലൂടെ ഇത് തിരിയുന്നതെന്നോട്. ഇതാണ് ന്യൂ ഫറാക്ക പാലം. ഗംഗാ നദിയുടെ മുകളിലൂടെ നടക്കുന്ന ന്യൂ ഫറാക്ക പാലം വെസ്റ്റ് ബംഗാളിലാണ്. കാണാൻ രസം അവിടെയാണ് അല്ലേ? അവിടെ എടുത്ത പിടിയെടുത്തോ, ക്ലിയർ അല്ലേ? വെയിലായി നമ്മൾ ഒരുമിച്ച് ഇരിക്കണമുണ്ട്. ഞാൻ എൻ്റെ സുഹൃത്തായ ഷാജി കുമാർ അദ്ദേഹവും ഞാനുമായിട്ടാണ് ഈ പര്യടനത്തിൽ ഇവിടേക്ക് വെസ്റ്റ് ബംഗാളിൽ വന്നത്. വെസ്റ്റ് ബംഗാൾ, ബീഹാർ, മഹാരാഷ്ട്ര ഈ സ്റ്റേറ്റുകളൊക്കെയാണ് ഞങ്ങൾ ഇപ്രാവശ്യത്തെ പര്യടനത്തിനായിട്ട്. ഹൂഗ്ലി നദിയുടെ തീരത്തിൽ പോകുന്നു.